നമസ്കാരം. നോക്കാം അതിവേഗ വാർത്തകൾ. പഹൽഗാം ആക്രമണത്തിൽ ഇന്ത്യക്ക് മുറിവേറ്റെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആക്രമണത്തിലെ ഇരകൾക്ക് നീതി ഉറപ്പാക്കുമെന്നും കുറ്റക്കാർ ശിക്ഷിക്കപ്പെടുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഭീകരതയ്ക്കെതിരെ രാജ്യം ഒറ്റക്കെട്ടാണെന്നും ലോക നേതാക്കൾ ഇന്ത്യക്കൊപ്പമാണെന്നും പ്രധാനമന്ത്രി. കാശ്മീരിലെ ഭീകരരുടെ 2 വീടുകൾ കൂടി തകർത്ത് സൈന്യം. ഷോപ്പിയാനിലും ത്രാലിയിലുമാണ് വീടുകൾ തകർത്തത്. ഇതോടെ തകർത്ത വീടുകളുടെ എണ്ണം 8 ആയി. ഇന്ത്യക്കെതിരെ വീണ്ടും ആണവായുധ ഭീഷണിയുമായി പാകിസ്ഥാന് 130 മിസൈലുകൾ ഉണ്ടെന്ന് ഓർക്കണമെന്ന് പാക് റെയിൽവേ ഹനീഫ് അബ്ബാസി പറഞ്ഞു. പാകിസ്ഥാനുള്ള വെള്ളം തടഞ്ഞാൽ യുദ്ധത്തിന് തയ്യാറായിക്കോളൂ എന്നും ഹനീഫ അബ്ബാസി പറഞ്ഞു. പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യക്ക് പിന്തുണ ആവർത്തിച്ച് FBI ഡയറക്ടർ കാഷ് പട്ടേൽ. ഭീകരവാദമെന്ന തിന്മയിൽ നിന്ന് ലോകം നേരിടുന്ന ഭീഷണികളെ ഓർമ്മപ്പെടുത്തുന്നതാണ് സംഭവമെന്നും ഇന്ത്യൻ സർക്കാരിനോടുള്ള പൂർണ്ണ പിന്തുണ തുടരുമെന്നും കാഷ് പട്ടേൽ പറഞ്ഞു. കാശ്മീരിലെ കൂപ്വാരയിൽ സാമൂഹ്യ പ്രവർത്തകനെ ഭീകരർ വെടിവെച്ചു കൊന്നു. വീട്ടിൽ കയറിയാണ് ഗുലാം റസൂൽ മാഗ്രയെ വെടിവെച്ചു കൊന്നത്. കശ്മീരിൽ ഭീകരർക്കെതിരെയുള്ള നടപടി തുടരുകയാണ്. അതിന്റെ ഭാഗമായി മുന്നറിയിപ്പില്ലാതെ ധലം നദിയിലെ ഉറി ഡാം തുറന്നുവിട്ടു. IB കുപ്വാരയിൽ ലഷ്കർ ഭീകരർ ഫറൂഖ് അഹമ്മദിന്റെ വീട് തകർത്തു. ഇറാന്റെ തന്ത്രപ്രധാനമായ ബന്ദർ അബ്ബാസ് തുറമുഖത്തുണ്ടായ വൻ സ്ഫോടനത്തിൽ മരണസംഖ്യ 14 ഉയർന്നു. സ്ഫോടനത്തിൽ 750ഓളം പേർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ട്. തുറമുഖത്തിന്റെ 1 കിലോമീറ്റർ ചുറ്റളവിൽ കനത്ത നാശമാണ് ഉണ്ടായത്. സംഭവത്തിൽ ഇറാൻ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ശവകുടീരം സന്ദർശിക്കാൻ വിശ്വാസികളുടെ ഒഴുക്ക്. സെന്റ് മേരീസ് ബസിലിക്കയിലെ കല്ലറയിലേക്ക് പൊതുജനങ്ങളെ ഇന്നു മുതൽ പ്രവേശിപ്പിച്ചു തുടങ്ങും. ഫ്രാൻസിസ് മാർപ്പാപ്പയെ അനുസ്മരിച്ച് ലത്തീൻ ഭാഷയിലുള്ള വിശുദ്ധ കുർബാന ഇന്ന് നടക്കും. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുന്നതിന് കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതിയെ വിലക്കി പിണറായി വിജയൻ. പ്രായപരിധി ഇളവ് കേന്ദ്ര കമ്മിറ്റിയിൽ മാത്രമാണ് ബാധകമെന്നും വിശദീകരണം. അതുപയോഗിച്ച് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാനാകില്ലെന്നും പിണറായിയുടെ വാദം. വാർത്ത അടിസ്ഥാനരഹിതമെന്ന് PK ശ്രീമതി. കൊച്ചിയിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി സംവിധായകർ പിടിയിൽ. സംവിധായകരായ ഖാലിദ് റഹ്മാൻ, അഷ്റഫ് ഹംസ എന്നിവരാണ് പിടിയിലായത്. ഇവരിൽ നിന്നും 1.6 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടി. കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്നാണ് ഇവരെ എക്സൈസ് പിടികൂടിയത്. പിടിയിലായവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. പാകിസ്ഥാൻ പൗരന്മാർ തിരികെ മടങ്ങുന്ന വിഷയത്തിൽ പ്രതികരണവുമായി BJP ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടി. ഇതിനോടകം നിരവധി പേർ പാകിസ്ഥാനിലേക്ക് മടങ്ങിയിട്ടുണ്ട്. കൊയിലാണ്ടിയിലെ ഹംസയുടെ കാര്യം തനിക്ക് അറിയില്ലെന്നും AP അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. കോട്ടയം തിരുവാതിക്കലിൽ കൊല്ലപ്പെട്ട ദമ്പതികളുടെ സംസ്കാരം ഇന്ന് നടക്കും. മൃതദേഹം കുടുംബത്തിന്റെ ഉടമസ്ഥയിലുള്ള ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയത്തിൽ പൊതുദർശനത്തിന് വയ്ക്കും. പ്രതി അമിത് ഉറാങ്ങിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് ഒരുങ്ങി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ലൈംഗിക അതിക്രമം നടത്തിയ ജീവനക്കാരൻ അറസ്റ്റിൽ. ശസ്ത്രക്രിയ കഴിഞ്ഞ് ICUവിൽ കിടന്ന യുവതിയോടാണ് ജീവനക്കാരന്റെ അതിക്രമം ഉണ്ടായത്. സംഭവത്തിൽ ഓർത്തോപീഡിക് വിഭാഗം ജീവനക്കാരൻ ദിൽകുമാർ അറസ്റ്റിൽ. കോഴിക്കോട് 20കാരൻ കൊല്ലപ്പെട്ടു. പരസ്പരമുണ്ടായ ഏറ്റുമുട്ടലിലാണ് യുവാവ് കൊല്ലപ്പെട്ടത്. പാലക്കോട്ടുവയൽ സ്വദേശി സൂരജാണ് മരിച്ചത്. കോഴിക്കോട് പാലക്കോട്ടുവയലിലാണ് സംഭവം. മെയ് 1 സെക്രട്ടേറിയറ്റ് പടിക്കൽ മെയ് ദിന റാലി നടത്താൻ ആശാപ്രവർത്തകർ. 100 കണക്കിന് ആശമാരെയും മറ്റ് തൊഴിലാളികളെയും അണിനിരത്തി റാലി സംഘടിപ്പിക്കാനാണ് തീരുമാനം. മെയ് 1 രാപ്പകൽ സമരം തുടങ്ങി 81 ദിവസം പിന്നിടും. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കാൻ ഇനി 5 ദിനങ്ങൾ മാത്രം ബാക്കി. അവസാനഘട്ട മിനുക്ക് പണികളിലാണ് തുറമുഖം. മെയ് 2 പ്രധാനമന്ത്രി കമ്മീഷൻ ചെയ്യുന്നതോടെ ആഗോള ചരക്ക് ഗതാഗതത്തിന്റെ ഹബ്ബായി വിഴിഞ്ഞം മാറും. ക്ഷേമ പെൻഷന് വക കണ്ടെത്തുന്നതിനായി ഇന്ധന സെസ് ഏർപ്പെടുത്തിയതിന് പിന്നാലെ സംസ്ഥാനത്തെ ഡീസൽ നികുതിയിൽ 3.21% ഇടിവ്. കേരളത്തെ ആശ്രയിച്ചിരിക്കുന്ന ചരക്ക് ലോറികളടക്കം സെസ്സിൽ നിന്ന് ഒഴിവാക്കാൻ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ഡീസൽ നിറയ്ക്കുന്നതാണ് ഇതിന് കാരണം. 3 മുതൽ 6 രൂപ വരെയാണ് വിലയിലെ വ്യത്യാസം. കോട്ടയം പാല വള്ളിച്ചിറയിൽ ഒരാൾ കുത്തേറ്റു മരിച്ചു. ചെറുക്കര സ്വദേശി ബേബിയാണ് മരിച്ചത്.
പ്രതി പള്ളിച്ചിറ സ്വദേശി AL ഫിലിപ്പോസിനെ പാലാ പോലീസ് പിടികൂടി. ഇരുവരും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നത് കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നു. കോഴിക്കോട് മുക്കം ആനയാംകുന്നിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ താമസ സ്ഥലത്ത് എക്സൈസിന്റെ മിന്നൽ പരിശോധനയിൽ അരിയിൽ പൊതിഞ്ഞ നിലയിൽ ബ്രൗൺ ഷുഗർ കണ്ടെത്തി. സംഭവത്തിൽ ആസാം സ്വദേശി ആഷിഖ്, ഭാര്യ ജുസ്ന ബീഗം എന്നിവരെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. പരിശോധനയ്ക്ക് എത്തിയപ്പോൾ റൂം പൂട്ടിയ നിലയിലായിരുന്നു. പൂട്ടുപൊളിച്ച് അകത്ത് കയറിയതിനു ശേഷം നടത്തിയ പരിശോധനയിലാണ് ബ്രൗൺ ഷുഗർ കണ്ടെത്തിയത്. സ്ലാബില്ലാത്ത ഓവുചാലിൽ വീണ് ടാക്സി ഡ്രൈവറുടെ കൈയൊടിഞ്ഞു. കോഴിക്കോട് കക്കംവെള്ളിയിലാണ് അപകടം നടന്നത്. പുറമേരി സ്വദേശി ലിബേഷിനാണ് പരിക്കേറ്റത്. കൈയൊടിഞ്ഞ ലിബേഷിന്റെ കാലിനും പരിക്കേറ്റിട്ടുണ്ട്. 5000 ടൺ ഭാരമുള്ള ഡിസ്ട്രോയർ പടക്കപ്പൽ നിർമ്മിച്ച് ഉത്തര കൊറിയ. റംഫോയിൽ സൈനിക കപ്പൽ നിർമ്മാണ കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉങ്ങാണ് കപ്പൽ നീറ്റിലിറക്കിയത്. ഉത്തര കൊറിയയിലെ ജാപ്പനീസ് വിരുദ്ധ വിപ്ലവ പോരാളി ചോ ഹോങ്ങിന്റെ സ്മരണാർത്ഥം ചോ ഹോങ് ക്ലാസ് എന്നാണ് പടക്കപ്പലിന് പേര് നൽകിയത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്ന ശ്രീലങ്കയ്ക്ക് $34.4 കോടി വായ്പാ തിരിച്ചടവ് ഇളവ് അനുവദിച്ച് അന്താരാഷ്ട്ര നാണയനിധി. തുക രാജ്യത്തിന്റെ സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. സാമ്പത്തിക ഭരണപ്രതിസന്ധി തുടർന്ന് 2022 $4,600 കോടി വായ്പാ തിരിച്ചടവ് അവധി തെറ്റി ശ്രീലങ്ക വെട്ടിലായിരുന്നു. പുതിയ പ്രസിഡന്റ് അനുരാഗ് കുമാർ ദിസ്നായ്ക്ക് കീഴിലും ഇതേ നയം തുടരുകയാണ്. പഹൽഗാമിൽ ഭീകരർ ചെയ്തതുപോലെ ഒരു ഹിന്ദുവിനും പ്രവർത്തിക്കാനാവില്ലെന്ന് RSS സർസംഘചാലക് മോഹൻ ഭാഗവത്. സംഭവത്തിൽ ശക്തമായ തിരിച്ചടി വേണമെന്നും മോഹൻ ഭാഗവത് പറഞ്ഞു. ശത്രുത നമ്മുടെ സ്വഭാവമല്ല, പക്ഷേ ആക്രമണം സഹിച്ചുകൊണ്ടിരിക്കാനാകില്ല. അധികാരമുണ്ടെങ്കിൽ അത് പ്രയോഗിക്കാനുള്ള സമയമാണിത്. ഇത്തരം സമയങ്ങളിൽ ശക്തി പ്രകടിപ്പിക്കണമെന്നും മോഹൻ ഭാഗവത് പറഞ്ഞു. തിരുവനന്തപുരം വിതുര താവക്കലിൽ ഒഴുക്കിൽപ്പെട്ട് തമിഴ്നാട് സ്വദേശി മുങ്ങി മരിച്ചു. ചെന്നൈ സ്വദേശി മോഹൻരാജ് സുബ്രഹ്മണ്യമാണ് മരിച്ചത്. വലിയമല ISRO വിദ്യാർത്ഥിയാണ് സുബ്രഹ്മണ്യം. വിതുര ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് മൃതദേഹം പുറത്തെടുത്തത്. വിതുര പോലീസ് കേസെടുത്തു. തൃശൂർ തൃപ്രയ സെന്ററിൽ ഇരുമ്പുവടി കൊണ്ട് മധ്യവയസ്കനെ കൊലപ്പെടുത്താൻ ശ്രമം. നാട്ടിക സ്വദേശി രാധാകൃഷ്ണനെയാണ് ഇരുമ്പുവടി കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ഏപ്രിൽ 15-നാണ് കൊലപാതക ശ്രമം നടന്നത്. സംഭവത്തിൽ താണ്യം തോട്ടഞ്ചിറ സ്വദേശി സനലിനെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ഇരുവരും തമ്മിൽ 2 മാസം മുമ്പ് അടിപിടിയുണ്ടായിരുന്നു. അതിന്റെ വൈരാഗ്യത്തിലാണ് കൊലപാതക ശ്രമമെന്നാണ് പോലീസ് പറയുന്നത്. തൃശൂർ വാടനപ്പള്ളിയിൽ വയോധക ദമ്പതികളെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. നടുവിൽക്കര കോട്ടവത്തുപറമ്പിൽ പ്രഭാകരനും ഭാര്യ കുഞ്ഞിപ്പെണ്ണുമാണ് മരിച്ചത്. കുഞ്ഞിപ്പെണ്ണിനെ വീട്ടിലെ കിടപ്പുമുറിയിലും പ്രഭാകരനെ വീടിന്റെ മുറ്റത്തും മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. പ്രായാധികം കൊണ്ടുള്ള മരണമാകാമെന്നും സംഭവത്തിൽ ദുരൂഹതയില്ലെന്നുമാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. MDMA കേസിൽ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്ത വിദേശ പൗരനെ കൂടുതൽ ചോദ്യം ചെയ്യലിനായി കുന്നംകുളം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. ടാൻസാനിയ സ്വദേശി അബ്ദുൾ ഹാമദ് മഖാനെയാണ് കസ്റ്റഡിയിൽ വാങ്ങിയത്. കഴിഞ്ഞ ഓഗസ്റ്റിൽ ചൊവ്വാരൂരിൽ നിന്ന് 67 ഗ്രാം MDMAയും 2 കിലോ ഹാഷിഷ് ഓയിലുമായി 2 പ്രതികളെ പിടികൂടിയിരുന്നു. തുടർന്നുള്ള അന്വേഷണത്തിൽ 2 പേരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. 5 പ്രതികളുള്ള ഈ കേസിലെ 5-ാം പ്രതിയാണ് വിദേശ പൗരൻ. ദേശീയപാത തൃശൂർ പോട്ട സിഗ്നൽ ജംഗ്ഷനിൽ നിയന്ത്രണം വിട്ട ടാറ്റ സുമോ ഹൈമാസ്റ്റ് ലൈറ്റിലിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. പറപ്പൂർ നാലുപുരയ്ക്കൽ സിദ്ധാർത്ഥൻ ഭാര്യ മല്ലികയാണ് മരിച്ചത്. സിഗ്നൽ ജംഗ്ഷന് സമീപം നിയന്ത്രണം വിട്ട ടാറ്റ സുമോ സമീപത്തെ ഹൈമാസ്റ്റ് ലൈറ്റ് കാലിൽ ഇടിക്കുകയായിരുന്നു. തൃശൂർ ചാലക്കുടി താഴൂർ സെന്റ് മേരീസ് പള്ളിയിൽ മനസ്സമ്മത ചടങ്ങിനിടെ ഹെലികോപ്റ്റർ ഫാൻ പൊട്ടിവീണ അപകടം. കുട്ടികൾക്കടക്കം 5 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റ 5 പേരെയും ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ച് 5.5 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടി. കസ്റ്റംസ് പ്രിവെന്റീവാണ് കഞ്ചാവ് പിടിച്ചെടുത്തത്. കൊച്ചിയിൽ നിന്ന് റാസൽ ഖൈമയിലേക്ക് കൊണ്ടുപോവുകയായിരുന്ന കഞ്ചാവാണ് പിടികൂടിയത്. സംഭവത്തിൽ മലപ്പുറം സ്വദേശി പിടിയിൽ. കേരളത്തിൽ നിന്ന് ആദ്യമായാണ് വിദേശത്തേക്കുള്ള ഹൈബ്രിഡ് കഞ്ചാവ് കടത്ത് പിടികൂടുന്നത്. വിദേശത്ത് നിന്നും കൊച്ചിയിൽ എത്തിച്ച് ഗൾഫിലേക്ക് കടത്തുകയായിരുന്നു എന്ന് സംശയം.
സംഭവത്തിൽ വിശദമായ അന്വേഷണം തുടങ്ങി. തൃശൂർ കൊക്കാലയിൽ കൊറിയർ വഴി കഞ്ചാവ് അയച്ച കേസിൽ ഒരു പ്രതി കൂടി പിടിയിൽ. പാലക്കാട് മുതലമട സ്വദേശി സയ്യിദ് മനസ്സിലാണ് പിടിയിലായത്. കൊക്കാലയിലുള്ള കൊറിയർ സ്ഥാപനത്തിൽ 2 പാഴ്സലുകളിൽ കഞ്ചാവ് ഉണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം. അന്വേഷണത്തിൽ 4 കിലോയിലധികം കഞ്ചാവ് കണ്ടെത്തി. മലപ്പുറം അരീക്കോട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ലഹരി ചവച്ചു തുപ്പിയ യുവാവിനെതിരെ കേസെടുത്തു. അരീക്കോട് സ്വദേശി അൻവറിനെതിരെയാണ് പോലീസ് കേസെടുത്തത്. ലഹരി ഉപയോഗിച്ചതിനും പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനുമാണ് അൻവറിനെതിരെ പോലീസ് കേസെടുത്തത്. എറണാകുളം ശ്രീമൂലം നഗരം ഗ്രാമപഞ്ചായത്തിൽ ആശാ വർക്കർമാർക്ക് 1250 രൂപ ഓണറേറിയത്തിൽ വർധനവ് വരുത്തുന്നതിന് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചു. മേൽഘടകങ്ങളിൽ നിന്ന് അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് വർധനവ് നിലവിൽ വരുത്തുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് VM ഷംസുദ്ദീൻ അറിയിച്ചു. അരുൺ വൈഗ സംവിധാനം ചെയ്യുന്ന യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള എന്ന ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ച് നടന്നു. ഫ്രാഗ്രന്റ് നേച്ചർ ഫിലിംസ്, പൂയപ്പള്ളി ഫിലിംസ് എന്നീ ബാനറുകളിൽ ആൻ, സജീവ്, അലക്സാണ്ടർ മാത്യു എന്നിവരാണ് ചിത്രം നിർമ്മിക്കുന്നത്. നടൻ ദിലീപ്, സംവിധായകൻ ബ്ലസ്സി എന്നിവർ ചേർന്നാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത്. മൈക്ക്, ഖൽബ്, ഗോളം എന്നീ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായ രഞ്ജിത്ത് സജീവാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ഉർവശി പ്രധാന വേഷത്തിലെത്തുന്ന ഏറ്റവും പുതിയ ചിത്രം എൽ ജഗദമ്മ 7ാം ക്ലാസ് ബിയുടെ ട്രെയിലർ റിലീസ് ചെയ്തു. ഷിവാസ് കഥ, തിരക്കഥ, സംഭാഷണം എഴുതി സംവിധാനം നിർവഹിക്കുന്ന ചിത്രം എവർസ്റ്റാർ ഇന്ത്യൻസിന്റെ ബാനറിൽ ഉർവശി, ഫോസിൽ ഹോൾഡിംഗ്സ് എന്നിവർ ചേർന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്. മോഹൻലാൽ നായകനായ തുടരും സിനിമയുടെ കഥ മോഷ്ടിച്ചതാണെന്ന് ആരോപിച്ച് ചലച്ചിത്ര സംവിധായകൻ നന്ദകുമാർ. സിനിമയുടെ കഥ തന്റെ രാമൻ എന്ന കഥയുടെ പകർപ്പാണെന്നും തന്റെ സൃഷ്ടിയെ അനുവാദമില്ലാതെ അന്യായമായി ഉപയോഗിക്കുകയായിരുന്നുവെന്നും നന്ദകുമാർ ആരോപിച്ചു. കോട്ടയം വെച്ചൂർ ഗ്രാമപഞ്ചായത്തിലെ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 57 SC വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. വെച്ചൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR ശൈലകുമാർ ഉദ്ഘാടനം ചെയ്തു. പഠന മികവ് പുലർത്തുന്നതിനും അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ ഭാഗമായി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. ആസിഫ് അലിയെ നായകനാക്കി താമർ സംവിധാനം ചെയ്യുന്ന ചിത്രം സർക്കിട്ടിന്റെ ട്രെയിലർ പുറത്തിറങ്ങി. ഒരു ഫീൽ ഗുഡ് ഇമോഷണൽ സിനിമയാകും സർക്കിട്ട് എന്ന സൂചനയാണ് ട്രെയിലർ നൽകുന്നത്. അജിത് വിനായക് ഫിലിംസ് വിത്ത് ആക്ഷൻ ഫിലിംസിന്റെ ബാനറിൽ വിനായക്, അജിത്, ഫ്ലോറൽ ഡൊമിനിക് എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രം മെയ് 8 തിയേറ്ററുകളിലെത്തും. ടൊവിനോ തോമസിനെ നായകനാക്കി അനുരാജ് മനോഹർ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രം നരവേട്ടയുടെ ഒഫീഷ്യൽ ട്രെയിലർ ദുൽഖർ സൽമാൻ റിലീസ് ചെയ്തു. 2003 CK ജാനുവിന്റെ നേതൃത്വത്തിൽ നടന്ന മുത്തങ്ങ സമരത്തിന്റെയും അതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളും കുറിച്ചാണ് കഥ പറയുന്നത്. മെയ് 16 ചിത്രം പ്രദർശനത്തിനെത്തും. വധശ്രമ കേസിലെ ശിക്ഷാവിധിക്ക് ശേഷം കോടതിയിൽ ഹാജരാകാതെ ഒളിവിൽ പോയ പ്രതി പിടിയിൽ. മന്നംപറമ്പിൽ വീട്ടിൽ സന്ദീപാണ് പിടിയിലായത്. സന്ദീപിന് വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ 2015-16 വർഷങ്ങളിൽ വധശ്രമ കേസുകളും 2019-22 വർഷങ്ങളിൽ അടിപിടി കേസുകളും അടക്കം 5 ക്രിമിനൽ കേസുകളുണ്ട്. കൊല്ലം ആര്യങ്കാവ് എക്സൈസ് ചെക്ക് പോസ്റ്റിൽ 7 കിലോ കഞ്ചാവുമായി യുവാവ് പിടിയിൽ. വർക്കല കുടവൂർ സ്വദേശി തൗഫീഖാണ് പിടിയിലായത്. എക്സൈസ് നടത്തിയ വാഹന പരിശോധനയ്ക്കിടെ തെങ്കാശി കൊല്ലം KSRTC ബസ്സിൽ നിന്നുമാണ് ഇയാൾ കഞ്ചാവുമായി പിടിയിലായത്. ഇയാൾക്കെതിരെ NDPS കേസെടുത്തു. തിരുവനന്തപുരം കുന്നത്തുകാൽ ജംഗ്ഷനിൽ മുതലാളിമാർക്ക് വേണ്ടി പുറമ്പോക്ക് ഭൂമി ഏറ്റെടുക്കാതെ വികസനം മുരടിപ്പിക്കുന്നതിനെതിരെ BJP ഏരിയ കമ്മിറ്റി റോഡ് ഉപരോധിച്ചു. റോഡ് ഉപരോധത്തിൽ വണ്ടിത്തടം ദിലീപിന്റെ അധ്യക്ഷതയിൽ മണ്ഡലം പ്രസിഡന്റ് രതീഷ് ഉദ്ഘാടനം നടത്തി. സർവീസിൽ നിന്നും വിരമിക്കുന്ന ഗുരുവായൂർ ദേവസ്വം കമ്മീഷണർ ബിജു പ്രഭാകർ IAS-ന് ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി യാത്രയയപ്പ് നൽകി. ദേവസ്വം കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ചെയർമാൻ ഡോക്ടർ VK വിജയൻ അധ്യക്ഷനായി. ദേവസ്വത്തിന്റെ ഉപഹാരമായി നിലവിളക്കും ചുമർ ചിത്രവും സമ്മാനിച്ചു. മലപ്പുറം കുറ്റിപ്പുറം മൂടാലിൽ റോഡ് മുറിച്ചു കടന്ന യുവതിക്ക് അജ്ഞാത വാഹനമിടിച്ച് പരിക്കേറ്റു.
കുറ്റിപ്പുറം എടച്ചലം സ്വദേശിനി സ്മിതയ്ക്കാണ് പരിക്കേറ്റത്. അപകടത്തിൽ സാരമായി പരിക്കേറ്റ സ്മിതയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊല്ലം കടയ്ക്കലിൽ ബൈക്കിന് പുറകിൽ കാറിടിച്ച യുവാവ് മരിച്ചു. ആഴന്തംകുഴി സ്വദേശി ശ്യാമാണ് മരിച്ചത്. അമിത വേഗതയിലായിരുന്ന കാർ ബൈക്കിലിടിച്ച ശേഷം നിർത്താതെ പോവുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ശ്യാമിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മലപ്പുറത്ത് ബൈക്കിന് പിന്നിൽ ലോറിയിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. ഉപ്പട സ്വദേശി മോഹൻ ജോർജാണ് മരിച്ചത്. അമിത വേഗത്തിൽ വന്ന ലോറി ബൈക്കിൽ ഇടിക്കുകയായിരുന്നു. കണ്ണൂർ പേരളശ്ശേരി മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ തുടർ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള പ്രവർത്തന രൂപരേഖ പ്രകാശനവും കർമ്മ പദ്ധതികളുടെ ഉദ്ഘാടനവും മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് AV ഷീബ അധ്യക്ഷത വഹിച്ചു. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്തിന് ലഭിച്ചിട്ടുള്ള പുരസ്കാര വിതരണം ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ KM സുനിൽകുമാർ നടത്തി. ആലപ്പുഴ മാന്നാറിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച സംഭവത്തിൽ അമ്മയും രണ്ടാനച്ഛനും അറസ്റ്റിൽ. ചെന്നിത്തലയിൽ വാടക വീട്ടിൽ താമസിക്കുന്ന കുട്ടമ്പേരൂർ സ്വദേശിനിയായ പ്രവീണ, ജോമോൻ എന്നിവരെയാണ് മാന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തത്. 2024 സെപ്റ്റംബറിലായിരുന്നു കേസിനാസ്പദമായ സംഭവം. വഖഫ് ഭേദഗതി നിയമത്തിനും ലഹരി മാഫിയയ്ക്കും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നടപടികൾക്കുമെതിരെ ആം ആദ്മി പാർട്ടി ഏറനാട് മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച മിഷൻ 2025 വാഹന പ്രചരണം മലപ്പുറം ജില്ലാ പ്രസിഡന്റ് റിഷാദ് പൂവത്തിങ്കൽ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം പരുത്തിക്കുഴിയിൽ ഹാഷിഷ് ഓയിലും കഞ്ചാവുമായി യുവാവ് എക്സൈസിന്റെ പിടിയിലായി. പരുത്തിക്കുഴി അനസാണ് പിടിയിലായത്. രഹസ്യവിവരത്തെ തുടർന്ന് എക്സൈസ് ഇന്റലിജൻസ് ബ്യൂറോയും തിരുവനന്തപുരം സർക്കിളും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് യുവാവിനെ പിടികൂടിയത്. പ്രതിയിൽ നിന്ന് 1.5 കിലോയോളം കഞ്ചാവും 600 മില്ലിഗ്രാം ഹാഷിഷ് ഓയിലും പിടികൂടി. പണി എന്ന ചിത്രത്തിന് ശേഷം സാഗർ സൂര്യയും ജുനൈസും ഒന്നിക്കുന്ന ഡർബി എന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ പോസ്റ്റർ പുറത്തിറങ്ങി. കടകൻ എന്ന സിനിമയ്ക്ക് ശേഷം സജിൽ മമ്പാട് സംവിധാനം ചെയ്യുന്ന ചിത്രം ഡിമാൻഡ് ഫിലിം ഫാക്ടറിയുടെ ബാനറിൽ മൻസൂർ അബ്ദുൾ റസാഖും ദീമ മൻസൂറും ചേർന്നാണ് നിർമ്മിക്കുന്നത്. ആക്ഷൻ കോമഡി വിഭാഗത്തിലെ ചിത്രം മെയ് 6-ന് മലപ്പുറത്ത് ചിത്രീകരണം ആരംഭിക്കും. തിരുവനന്തപുരം കഴക്കൂട്ടം ഫാത്തിമ മാതാ പള്ളിമുറ്റത്ത് മാതാവിന്റെ പ്രതിമ തകർത്ത പ്രതി പിടിയിൽ. തുമ്പ കിൻഫ്രയ്ക്ക് സമീപം താമസിക്കുന്ന മാർട്ടിൻ തങ്കച്ചനാണ് പിടിയിലായത്. ഇയാൾ മാനസിക രോഗിയാണെന്നാണ് പ്രാഥമിക വിവരം. വെള്ളിയാഴ്ച രാത്രി ഫാത്തിമ മാതാ ചർച്ചിലെത്തി പ്രാർത്ഥിച്ച ശേഷമാണ് പ്രതിമ ദൂരേക്ക് വലിച്ചെറിയുകയായിരുന്നു. സംഭവത്തിൽ CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് മാർട്ടിൻ തങ്കച്ചനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഗുരുവായൂർ ദേവസ്വം 4ാമത് അഷ്ടപതി സംഗീതോത്സവത്തിന്റെ പ്രാരംഭമായി അഷ്ടപതി സെമിനാർ നടത്തി. ശ്രീവത്സം അനക്സിലെ കൃഷ്ണഗീതി ഹാളിൽ നടന്ന സെമിനാർ ദേവസ്വം ഭരണസമിതി അംഗം KP വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത അഷ്ടപതി കലാകാരൻ അമ്പലപ്പുഴ വിജയകുമാർ സോപാന സംഗീതത്തിന്റെ വൈവിധ്യങ്ങൾ എന്ന വിഷയത്തിൽ പ്രബന്ധം അവതരിപ്പിച്ചു. 2ാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന എൻ്റെ കേരളം മെഗാ പ്രദർശന വിപണന മേളയുടെ പോസ്റ്ററിന്റെയും പ്രചരണ വീഡിയോയുടെയും പ്രകാശനം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ നിർവഹിച്ചു. മാർച്ച് 29-ന് ചേർന്ന സംഘാടന സമിതിയുടെ യോഗത്തിലെ തീരുമാനപ്രകാരം രൂപീകരിച്ചിരിക്കുന്ന വിവിധ സബ് കമ്മിറ്റികളുടെ പ്രവർത്തനങ്ങളുടെ അവലോകന യോഗവും ഇതോടനുബന്ധിച്ച് നടന്നു. യോഗത്തിൽ വിവിധ വകുപ്പിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ ഇരിങ്ങാലക്കുടയിൽ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം പിടികൂടി. കോണത്തുകുന്ന് ജനതാ കോർണർ സ്വദേശി ഉണ്ണിയാണ് പിടിയിലായത്. പ്രതിയുടെ വീട്ടിൽ നിന്നും വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന മദ്യമാണ് പിടികൂടിയത്. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായാണ് പരിശോധന നടത്തിയത്. പാലക്കാട് മണ്ണിയം പെരുമ്പലത്ത് നിയന്ത്രണം വിട്ട കാർ പോസ്റ്റിലിടിച്ച് അപകടം. കാറിലുണ്ടായിരുന്നവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കൂടല്ലൂർ സ്വദേശികളാണ് കാറിലുണ്ടായിരുന്നത്. അപകടത്തിൽ 3 പോസ്റ്റുകൾ തകർന്നു. KCB അധികൃതരെത്തി വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു. മലപ്പുറം
ചങ്ങരംകുളം പള്ളിക്കര തെക്കുമുറി അംഗനവാടി ടീച്ചറായി 35 വർഷത്തിലധികം സേവനമനുഷ്ഠിച്ച ഉഷ ടീച്ചർക്ക് യാത്രയപ്പ് സംഗമം സംഘടിപ്പിക്കും. വൈകിട്ട് 7 നടക്കുന്ന സംഗമം ജില്ലാ പഞ്ചായത്ത് അംഗം ആരിഫ് നാസർ ഉദ്ഘാടനം ചെയ്യും. അംഗനവാടി വെൽഫെയർ കമ്മിറ്റിയും പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും ചേർന്നാണ് യാത്രയപ്പ് സംഗമം നടത്തുന്നത്. വർഷങ്ങളായി ഒളിവിൽ കഴിഞ്ഞു വന്നിരുന്ന കുഴൽപ്പണ കവർച്ച കേസ് പ്രതി ഇഞ്ചി ബിജു പിടിയിൽ. പാല ഭരണങ്ങാനത്ത് നിന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. 14 വർഷത്തിനു ശേഷമാണ് പ്രതി പിടിയിലായത്. വയനാട് സുൽത്താൻ ബത്തേരി ദൊട്ടപ്പൻകുളത്ത് ലൂയിസ് ഫിലിപ്പ് ഷോപ്പിലേക്ക് പുള്ളിമാൻ ഓടിക്കയറി. കൂട്ടം തെറ്റിയ പുള്ളിമാനെ തെരുവ് നായ്ക്കൾ ഓടിച്ചു കൊണ്ടുവരുന്ന വഴിയാണ് കടയിലേക്ക് കയറിയതെന്നാണ് നിഗമനം. കടയ്ക്കുള്ളിൽ കയറിയ പുള്ളിമാൻ ഡ്രസ് ട്രയൽ റൂമിൽ കയറി നിൽക്കുകയായിരുന്നു. വരമ്പൂപ്പ് എത്തി വലയിലിട്ട് പുള്ളിമാനെ പിടിച്ചു. തൃശൂർ എളനാട് തിരുമണിയിൽ കാട്ടാനയിറങ്ങി കാർഷിക വിളകൾ നശിപ്പിച്ചു. തിരുമണിയിലെ കർഷകരായ കൃഷ്ണൻ, കീഴ്പ്പാലക്കാട് മനോജ് എന്നിവരുടെ കാർഷിക വിളകളാണ് കാട്ടാനകൾ നശിപ്പിച്ചത്. കൃഷ്ണന്റെ 15ലധികം വാഴകളും മനോജിന്റെ കൃഷിയിടത്തിലെ തെങ്ങുകളും കവുങ്ങുമാണ് നശിപ്പിച്ചത്. അതിർത്തി പ്രദേശമായ വനമേഖലയിൽ നിന്നെത്തിയ കാട്ടാനകൾ കമ്പിവേലി തകർത്താണ് കൃഷിയിടത്തിൽ എത്തിയത്. ആലപ്പുഴ തലവടി ഗണപതി ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. ചക്കുളത്തുകാവ് ക്ഷേത്ര കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരി ദീപപ്രകാശനം നിർവഹിച്ചു. ജ്ഞാനാചാര്യൻ പ്രഭാകർ ശർമ്മ പതാരന്റെ മുഖ്യ കാർമ്മികത്വം വഹിക്കും. തൃശൂരിന്റെ വിജ്ഞാന സമ്പദ്ഘടന ശക്തിപ്പെടുത്തുന്നതിനായി സംഘടിപ്പിക്കുന്ന മെഗാ തൊഴിൽ മേളയുടെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സന്ദർശനം നടത്തി. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലും വിമല കോളേജിലുമായി സംഘടിപ്പിക്കുന്ന മെഗാ ജോബ് ഫെയർ കേരള വികസന മാതൃകയിൽ പുതിയ ചരിത്രം രചിക്കുമ്പോൾ വിപുലമായ സജ്ജീകരണങ്ങളാണ് മേളയിൽ ഒരുക്കിയിട്ടുള്ളത്. അതിവേയ് വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം.